കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ ഒരളവിൽ നമ്മൾ പഠിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ ഗഹനമായിട്ടല്ലെങ്കിൽ പോലും കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മളത് ധ്യാനിച്ചു. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ഞാൻ 1-2 വാക്കുകളിൽ ഒന്ന് തൊട്ടുപോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇസ്രയേലിനെതിരെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി എന്നീ വിഭാഗങ്ങൾ ഇറാനോട് ചേർന്നുകൊണ്ട് ഇറാഖും ഇതിനെതിരാണ്, ഇസ്രയേലിനെതിരാണ്. ബഹുഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെതിരാണ്. 56 അറബ് രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ ചില വിരലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഇസ്രയേലിനോട് ഒരല്പമെങ്കിലും കൂറ് പുലർത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഇസ്രയേലിനെതിരാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതും ഒരു വചനനിവൃത്തിയാണെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. നിങ്ങൾ സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ക്ഷണിക്കും. ഇത് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. സാധാരണ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം പ്രസംഗിക്കുന്ന ഒരു വാക്യമാണ്. 83 4-ാം വാക്യം. വരുവിൻ, ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്ന് പറഞ്ഞു. ഇസ്രയേൽ രാജ്യം 47-48 കാലഘട്ടങ്ങളിൽ 1947-48 കാലഘട്ടങ്ങളിലാണ് അവർ സ്ഥാപിതമായത്. ഇസ്രയേൽ എന്ന രാജ്യം ചിതറിക്കപ്പെട്ടു പോയതിനു ശേഷം, AD 1-ാം നൂറ്റാണ്ടിൽ ചിതറിക്കപ്പെട്ടതിന് ശേഷം 160 രാഷ്ട്രങ്ങളിൽ അവർ അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞു. അതിൽ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും അവരെ കൊന്നൊടുക്കി. ഇസ്രയേൽ മക്കളെ കൊന്നൊടുക്കിയതുപോലെ ഹീനമായി കൊന്നൊടുക്കിയ ഒരു ചരിത്രം മാനവകുലത്തിലില്ല. ഞാൻ അല്പം ചരിത്രം പഠിച്ചുകൊണ്ട് ഞാൻ പറയുക. ഇസ്രയേൽ മക്കളെ ഹിറ്റ്ലറിൻ്റെ കീഴിൽ തന്നെ നമുക്കറിയാം 60 ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കി. അത് കൊന്നൊടുക്കിയ രീതികളെക്കുറിച്ച് പുറത്തു പറയാൻ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ നമുക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അത്ര വേദനാജനകമാണ്. പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും, കണ്ടമിടറും. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനം, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം എന്ന് വിളിക്കപ്പെട്ട ജനം ഇത്ര ഹീനമായ നിലയിൽ ലോകരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു? ചോദ്യചിഹ്നമാണ്. അതെ, ബറബാസിനെ ഞങ്ങൾക്ക് മതി, യേശുവിനെ ക്രൂശിക്കാന്ന് ഈ പീഡയേറ്റ പ്രിയപ്പെട്ടവരുടെ പിതാക്കന്മാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർ കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ. അത് അക്ഷരം പ്രതി നിറവേറി. കർത്താവ് പലസ്തീൻ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരുടെ വാക്കുകളെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ കർത്താവ് വിമർശിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്വതന്ത്രം നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിൽ പോകേണ്ടി. അപ്പം മനുഷ്യൻ്റെ വാക്കുകൾ, അവർ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ, അത് പിൽക്കാലങ്ങളിൽ അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് യാക്കോബ് പറയുന്ന പലരും പലതിനും തെറ്റിപ്പോകുന്നു. അവർ തെറ്റിപ്പോകും. ഞാനും നിങ്ങളും തെറ്റിപ്പോകാത്ത ഒരു പുണ്യവാളനും ലോകത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ രൂപക്കൂട്ടിലിരുത്താൻ പറ്റിയ ഒരു പാസ്റ്ററും ഒരു ഭക്തനും ഒരു ഭക്തയും ഇന്ന് ലോകത്തിലില്ല. തെറ്റിപ്പോകും. തെറ്റുകളെ കണ്ട് തിരുത്തുന്നവനാണ് വിശുദ്ധൻ. അവനാണ് ദൈവത്തിൻ്റെ മക്കളിൽപ്പെടുന്നത്. തെറ്റ് തിരുത്തുന്നവൻ. തെറ്റ് തിരുത്താൻ മനസ്സില്ലാതെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നവരുണ്ടല്ലോ, അവര് ദൈവസന്നിധിയിലെ സ്തോത്രം അതിൻ്റെ യോഗ്യമായ ശിക്ഷ ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വരാം. നാം തമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ
നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ കൊണ്ട് വിശ്വസ്തനും നീതിമാനുമാകും. യൂദ പോലും ഞാൻ തെറ്റിപ്പോയി എന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞെങ്കിൽ യേശു ക്ഷമിക്കുമായിരുന്നു. അവനത് പറഞ്ഞില്ല. അതേസമയത്ത് അരുമശിഷ്യനായ പത്രോസ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ്റെ കരച്ചിൽ വലിയ മാനസാന്തരം ഉളവാകാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു എന്ന് യാക്കോബ് പറയുമ്പോൾ തെറ്റുകുറ്റങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മുടെ തെറ്റുകളോടുകൂടിയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ഒരുവൻ തെറ്റിപ്പോയി എന്ന് അവരനോട് പറയുമ്പോൾ അവരൻ അത് ക്ഷമിക്കാൻ സന്നദ്ധനാകണം. അങ്ങനെ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അവൻ്റെ പാപം അവൻ്റെ മേലിരിക്കും. ഏറ്റുപറഞ്ഞവൻ എന്തു ചെയ്യും? ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിക്കാനിടയായിത്തീരും. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് പലർക്കും അതിന് കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ ഭാഗത്ത് നിന്ന് വചനത്തിലേക്ക് വരട്ടെ. ഇവിടെ ഇസ്രയേലിനെ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം മുടിച്ചു കളയുക. ഈജിപ്തിൻ്റെ പ്രസിഡന്റ് നാസർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇസ്രയേലിനെ തുടച്ചു കളയും എന്ന് പ്രസ്താവന ഇറക്കി. താൻ മാറ്റപ്പെട്ടതല്ലാതെ ഇസ്രയേൽ ഇന്നും അജയ്യമായ നിലയിൽ നിലനിൽക്കുന്നു. നമുക്കറിയാം, സംഭവ ഇതിഹാസങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഏത് സമയത്ത് ഇസ്രയേൽ യുദ്ധം ചെയ്താലും വിജയം ഇസ്രയേലിനായിരിക്കും. അവർ കുത്തിയെങ്കിലും നോക്കി വിലപിക്കാൻ വേണ്ടി എസ്കേൽ പ്രവചനം 38-39 അധ്യായത്തിൽ നടക്കുന്ന ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഘോരമായ യുദ്ധത്തിൽ അവർ 3-2 നശിക്കും. ആ സമയത്ത് അവർ കുത്തിയെങ്കിലേക്ക് നോക്കും. അതിനുശേഷം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രയേലിനെതിരെ കൂടി വന്ന മഹാസഖ്യം അവർ പരാജയപ്പെടും, പരാജയപ്പെടും. അവരുടെ ശവങ്ങൾ മൃഗങ്ങളും പക്ഷികളും വന്ന് ഭക്ഷിക്കുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഇന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ജാതികൾ വരുമ്പോൾ വിജയം ഇസ്രയേലിന് തന്നെയായിരിക്കും. നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ആർക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകും, പക്ഷേ ആത്യന്തിക വിജയം ഇസ്രയേലിന് തന്നെയായിരിക്കും. കാരണം പക്ഷി യെരുശലേമിനെ പറന്ന് സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ ജനത്തെ സൂക്ഷിക്കുമെന്ന് പ്രാവചനിക പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേലിന് വിജയമാണ് നിശ്ചയം. എങ്കിലും നമ്മൾ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രയേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേദപുസ്തകം പറയുന്നുണ്ട്. അങ്ങനെ അതിന് ഇസ്രയേലിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്നതല്ല, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അതിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകും. ഇതൊക്കെ വലിയ പ്രാവചനിക വിഷയങ്ങളാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ ഫിലിപ്പി ലേഖനത്തിലേക്ക് ഇപ്പോൾ ഈ യുദ്ധസന്നാഹം നടക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളും നല്ലൊരു പങ്ക് അറബി രാജ്യങ്ങൾ അവർക്കെതിരെ നിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് അവർക്കുണ്ട്, നാറ്റോ സഖ്യത്തിൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ സ്തോത്രം, ഏത് നിലയിലുള്ളൊരു യുദ്ധം നടന്നാലും വിജയം ഇസ്രയേലിന് തന്നെ ആയിരിക്കും. എന്നാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഇസ്രയേലിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടി ഹൃദയത്തിൽ ഉരുണ്ടു വരുന്നു, അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജാതികളുടെ രക്ഷയാണ് ഇപ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാനൊരു അവസരം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിച്ച് പുതിയ നിയമസഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. നമ്മുടെ രക്ഷാപൂർത്തി അല്ലെങ്കിൽ ജാതികളുടെ രക്ഷ നടത്തിയതിന് ശേഷം ദൈവം ഇസ്രയേലിലേക്ക് തിരിയും അവരെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളത് ബുദ്ധിപൂർവം മനസ്സിലാക്കുക. ഒരു പ്രാവചനിക സൂക്തത്തെക്കുറിച്ച് പത്രോസ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് വായിച്ചിട്ട് ഫിലിപ്പിയ ലേഖനത്തിലെ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾ മുന്നേമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു.
വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീണുപോയ കൂടാരത്തെ ദൈവം പണിയും എന്ന് പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ പത്രോസ്. ഒരു വലിയ വിഷയമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇസ്രയേലിനെ ഉദ്ധരിക്കാനായിട്ട് ദൈവം പദ്ധതികൾ ഒരുക്കിയിരിക്കുക. എന്നാൽ അതിനു മുൻപ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതിന് വിധേയപ്പെട്ടു കൊടുക്കുക. യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ ആത്മാവ് നമ്മെ പണിയും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി നിങ്ങൾ പണിയപ്പെടും. അങ്ങനെ ആ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ കഴിയും. ഇന്നത്തെ രീതികളൊക്കെ ഞാൻ നിരുപാധികം ആ വാക്കുകളെ അങ്ങ് വിടുകയാണ്. കാരണം എൻ്റെ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ട്. വേറെ സന്ദർഭങ്ങളിൽ ഞാനത് പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മളിവിടെ വായിച്ചത് സ്തോത്രം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പ്രമാണം പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അതുവരെ വായിച്ച് നിർത്തിയതാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് 17 മുതൽ 21 വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. എന്നെ അനുകരിക്കാൻ പറഞ്ഞാൽ പൗലോസ് പറയുന്നത് എന്താ? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അനുകാരികളായി തീരുക. അർത്ഥം പൗലോസിൻ്റെ അനുകാരികളായി തീരുക. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ക്രൂശെടുക്കാൻ പോകണ്ട, അവനവൻ്റെ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുകരിക്കുക. അങ്ങനെ കർത്താവിനെ അനുകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യനായി തീരുന്നത്. ഈ ഡിസൈപ്പിൾ എന്നുള്ള വിഷയം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നൊരു വിഷയമാണ്. ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ കർത്താവ് പറഞ്ഞ ഒരു ലാസ്റ്റ് കൽപ്പനയാണ്. നിങ്ങൾ പോവുക, ശിഷ്യന്മാർ വാർത്തുണ്ടാക്കുക. സഭയുണ്ടാക്കാനല്ല പറഞ്ഞത്. ഓരോരുത്തരും ഓരോ പ്രസ്ഥാനം കെട്ടിപ്പൊക്കി, ഞാൻ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, നീ ഖജാൻജി, നീ കൗൺസിൽ എന്നും പറഞ്ഞ് നീ വിലസിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കൺവെൻഷൻ നടത്തി, അത് നടത്തി, ഇത് നടത്തി മുമ്പോട്ട് പോവുക. തികച്ചും വചനവിരുദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേതൃത്വ നിരകൾ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് അതിനു വേണ്ടി കിടന്ന് രാഷ്ട്രീയത്തിൽ കടിപിടി കൂട്ടുന്നത് പോലെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങി അധികാരങ്ങൾ ചെലുത്താൻ അല്ലെങ്കിൽ അധികാര കസര പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായി നാം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. രാഷ്ട്രീയക്കാരെക്കാളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഖജാൻജി സ്ഥാനത്തേക്ക് കോഴ കൊടുത്ത് ഇലക്ഷൻ നടത്തി ആ സ്ഥാനത്ത് കയറിയിരിക്കുന്ന ആത്മീകരെന്ന് അഭിമാനിക്കുന്ന അനാത്മീകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിതൊരു 19 വർഷമായി കണ്ടുകൊണ്ടിരിക്കുക. അരനൂറ്റാണ്ട് എനിക്ക് ഇന്നത്തെ ക്രൈസ്തവ ഗോളവുമായിട്ട് ബന്ധമുണ്ടെന്ന് ചിന്തിച്ചോ. അരനൂറ്റാണ്ട്, 1-2 അല്ല. അപ്പം അത് അരനൂറ്റാണ്ട് കൊണ്ടേ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇതൊന്നും ദൈവവചന വ്യവസ്ഥ പ്രകാരമുള്ളതല്ല. നമ്മൾ ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവവചനവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. മേശയിൽ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു ചരിത്രം പ്രവൃത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത അത് വെച്ചാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ നടത്തി സഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കോഴ കൊടുത്ത് ഇലക്ഷൻ നടത്തി ആ സ്ഥാനം അലങ്കരിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരെ പോലെ ഇന്നത്തെ പുതിയ നിയമസഭയിലെ ഭക്തന്മാര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്തായി 23-ൽ ശാസ്ത്രിമാരോടും പരീശന്മാരോടും മോശയുടെ പീഠത്തിലിരുന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിലെ നേതൃത്വ നിരകൾ
ദർശനം നഷ്ടപ്പെട്ട അഹരോന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അത് സത്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പൗലോസ് പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. സ്വതന്ത്രം. ഇപ്പൊ കർത്താവിനെ അനുകരിക്കുക, പൗലോസിനെ അനുകരിക്കുക, ഞങ്ങളെ അനുകരിക്കുക. ഞങ്ങൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ദി എനിമി ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിന്റെ ശത്രുക്കളെ കുറിച്ച് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തി. ആരായി ക്രൂശിന്റെ ശത്രുക്കൾ? ഒന്ന്, അവരുടെ ദൈവം വയറ്. അവർക്ക് നാശമെന്ന് പൗലോസ് പറയുന്നുണ്ട് 19 വാക്യത്തിൽ, ഫിലിപ്പിയർ 3:19. അവർക്ക് നാശമാണ്, അത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ അവരാരാ? അവരുടെ ദൈവം വയറ്. ഉപജീവന മാർഗത്തിന് വേണ്ടി സുവിശേഷം അല്ലെങ്കിൽ വേദപുസ്തകം കയ്യിലെടുത്തിരിക്കുന്ന കപടഭക്തിക്കാരെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവരുടെ ദൈവം വയറ്. ഈ ഭാഗം തന്നെ ആ റോമാലേഖനം അതിൻ്റെ 16 അധ്യായത്തിൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ചക്രവാക്കും മുഖസ്തുതിയും. ഇതിന് ഞാനൊരു വിഷയമായിട്ടെടുത്ത് പ്രസംഗിക്കാൻ ഇരിക്കുക. അതിലെ ഒരു വാക്യം ഇതിനോട് യോജിച്ചു വരുമെന്നുള്ളത് കൊണ്ട് ആ വാക്യം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ വായിച്ച വാക്കും ഈ പ്രവാചകൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വളരെ യോജിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാലും അവരൊക്കെയും ആപാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ, യിരെമ്യാവ് 8:10 വാക്യത്തിലും 10 2 പാർട്ടിലും ഉണ്ട്. അവരൊക്കെയും ആപാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. യിരെമ്യാവ് 6:13-14, യിരെമ്യാവ് 8:10-11 ഇതേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയും അതിൻ്റെ 16 വാക്യത്തിലും ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ലഘു ചികിത്സ, സത്യം പറയുന്നില്ല, പൊതിഞ്ഞു പറയുക. വലിയ വലിയ കുടുംബങ്ങളിലെ അച്ചായന്മാരോടും അമ്മമ്മമാരോടും പാസ്റ്റർമാർ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. കാരണം അവരുടെ തെറ്റുകളെ പൊതിഞ്ഞു പറയുക, ഓട്ടോറിക്ഷക്കാരൻ്റെ തെറ്റിനെ രൂക്ഷമായി വിമർശിക്കുക. ഇതാര് ചെയ്താലും തെറ്റാണ്, തെറ്റ് തിരുത്തുക, തെറ്റ് വരുന്നവരെ തിരുത്തി കൊടുക്കുക. അവിടെ സൂപ്പ് സാൽവേഷൻ അല്ല വേണ്ടത്. കാശുള്ളവനെ അണച്ചു പിടിച്ച് സൂപ്പ് സാൽവേഷൻ നടത്തിയാൽ അവൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. യേശു കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഗുരു, നീ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, നീ ആരുടെയും മുഖം നോക്കാത്തവൻ, നീ ആരെയും ഗണ്യമാക്കാത്തവൻ, നിനക്ക് മുഖപക്ഷമില്ല. അത് തന്നെ ആയിരിക്കണം ഒരു ശുശ്രൂഷകൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എന്താ ചെയ്യുന്നത്? അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ലഘു ചികിത്സ നടത്തുന്നു. ക്രൂശിന്റെ ശത്രുക്കളാണവരെ. അവരെ ഓർത്ത് പൗലോസ് കരയുക. അവരുടെ അവസാനം നാശമാണ്.
അവരുടെ ദൈവം വയറ് ഉപജീവന മാർഗത്തിന് വേണ്ടി വചനത്തെ കോട്ടിക്കളയുന്നു, കൂട്ടുചേർക്കുന്നു, മറിച്ചു കളയുന്നു, ലഘുചികിത്സ നടത്തുന്നു. വിശ്വാസികളുടെ പാപത്തിനെതിരെ പ്രസംഗിക്കുന്നില്ല, തെറ്റിനെതിരെ പ്രസംഗിക്കുന്നില്ല, അവരെ കറക്ഷൻ ചെയ്യുന്നില്ല. അവരെ തടുത്തുകൂട്ടി അവരുടെ ഭൗതിക നന്മകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക ഇന്ന് പലരും. എനിക്ക് നന്നായിട്ട് അറിയാം. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവ് തരുന്ന വചനം പറയാൻ ആരെയും പേടിക്കണ്ട, ഭൂമിയിൽ ഒരു മനുഷ്യനെയും പേടിക്കണ്ട. ഞാനത് വിശ്വസിക്കുന്ന ആളാ. ഞാൻ കിട്ടിയ ട്രെയിനിങ്ങും അങ്ങനെയാ. പ്രായമായവരാണെങ്കിൽ പോലും അവർ കാണിക്കുന്ന തെറ്റിനെ ന്യായമായ നിലയിൽ ശാസിക്കാനും തർജ്ജനം ചെയ്യാനും കഠിനമായി ശാസിക്കാനും ദൈവവചനം അനുശാസിക്കേ അവരെ സോപ്പിട്ട് കൊണ്ടുപോകുന്നത് ഭൂഷണമല്ല. അവർ നന്നാകത്തില്ല. അവരൊരിക്കലും നിത്യത പ്രാപിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൂ, ഈ കുഞ്ഞുങ്ങളെ മരുന്ന് കുടിപ്പിക്കുമ്പോൾ വൈദ്യന്മാർ നല്ല കയ്പുള്ള മരുന്ന് കൊടുക്കും. അത് ഒരു കുഞ്ഞിനെ കുടിപ്പിക്കാൻ നേരത്ത് ഒരാൾ ഒരു കയ്യിലും ഒരാൾ വേറൊരു കയ്യിലും, ഒരാൾ ഒരു കാലിലും ഒരാൾ വേറൊരു കാലിലും. അപ്പോൾ ഇത്രയും പിടിച്ചു കഴിയുമ്പോൾ സംഭവം അവൻ അനങ്ങാൻ പറ്റാണ്ടാവും. ഇനി കവിളിലോട്ട് ഈ നടുക്കുള്ള വിരലും തള്ള വിരലും കൂടി ഇട്ട് ഇങ്ങനെ കവിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാ പൊളിഞ്ഞു വരും. മരുന്ന് ഉള്ളിലോട്ട് കൊടുക്കുക. അത് കുടിച്ചിറക്കുന്നത് വരെ വിടാതിരിക്കുക. കുടിച്ചിറക്കി വിടാം. കാരണം ഈ കയ്പുള്ള മരുന്ന് ഉള്ളിൽ ചെന്നാൽ എന്ത് കിട്ടും? ഹീലിംഗ് ഉണ്ടാവും. ഈ മധുരമുള്ളത് കുടിച്ചു കുഞ്ഞിന് രോഗം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതെങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് വൈദ്യം പറയുമ്പോൾ ബുദ്ധിയുള്ള മാതാപിതാക്കൾ, പാസ്റ്റർമാർ എന്ത് ചെയ്യും? ഈ കയ്പുള്ളത് അവർക്ക് കൊടുക്കും. ഇതുള്ളിൽ ചെല്ലുമ്പോൾ സൗഖ്യം കിട്ടും. ഇത് കൊടുക്കത്തില്ല. ചക്കരവാക്കും മുഖസ്ഥിതിയും പറഞ്ഞ് അനേകരുടെ ഹൃദയത്തെ വഞ്ചിച്ചുകൾ ഏതാ ഇവിടെ എഴുതി വച്ചേക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ തങ്ങളുടെ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ എത്രയും സേവിക്കുകയും ചക്രവാക്കും മുഖസ്ഥിതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയം വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. തോറുമാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ എത്രയും സേവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ അത് തന്നെ പറഞ്ഞേ, തങ്ങളുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഏത് ഹീനമായ പ്രവൃത്തികൾ ചെയ്യാനും പലരും മടിക്കുന്നില്ല. ലാഭം കിട്ടുമല്ലോ. ഒരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ ജീവിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് ഇന്ന് വലിയ വലിയ ചർച്ചകളിലെ പാസ്റ്റർമാർ ജീവിക്കുന്നത്. ഞാനത് കണ്ടിട്ട് പറയുക, കാര്യം ശരിയാ, അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ വിശ്വാസികളൊന്നും കുളം പിടിക്കത്തില്ല. ഇഷ്ടം പോലെ കാശ് കിട്ടും അവർക്ക്. കാശിന് വേണ്ടി എന്തും പറയാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സമൂഹം അധംപതിച്ചു പോയി. സഹോദരങ്ങളെ, വേദനയോടെ പറയുക, മുഖം നോക്കാതെ പറയുക. പലവട്ടം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നെങ്കിൽ കഠിനമായി ശാസിക്കുക. പോകുന്നെങ്കിൽ പോട്ടെന്ന് തന്നെ വെച്ചേക്കണം. പോകാനല്ലല്ലോ നമ്മൾ പറയുന്നേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിത് ആരെ ഉദ്ദേശിച്ച് പറയുക, പൊതുവായിട്ട് അങ്ങ് പറയുക. ഈ വിഷയം കയറി വന്നുകൊണ്ട് പറയുക. ചിലരൊക്കെ ചിന്തിക്കും ഇത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയുന്ന, നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിട്ട് അങ്ങനെ തോന്നിയാൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ പറയുന്നത്. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ, അല്ലെങ്കിൽ ദൈവരാജ്യം കിട്ടത്തില്ല, നശിച്ചു പോകും നമ്മൾ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടേണം. കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വന്നാലും കൽപ്പന പോലെ നടക്കണം. വ്യവസ്ഥ പ്രകാരം നടക്കണം. വ്യവസ്ഥ പ്രകാരം ഉപദേശിക്കണം. ഉപദേശത്തിൽ ഒരു മായവും ഇല്ല, മയവും ഇല്ല. ഞാൻ സ്വയമേ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഇച്ചിരി കട്ടിയാണ്. അതൊരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും മനസ്സിൽ തീരുമാനമെടുക്കും, ഇന്ന് ഇച്ചിരി കുറച്ച് വേണം പറയാൻ, കുറച്ച് സ്മൂത്തായിട്ട് പറയാൻ. പറഞ്ഞു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്റ്റൈലായി എന്ത് ചെയ്യും? അത്രയും നമ്മളാകുന്നില്ല. കർത്താവ് യോഹന്നാനൊക്കെ സർപ്പസന്തതികളിൽ നിന്ന് വിളിച്ചു, പാമ്പും കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു. വളരെ രൂക്ഷമായ ഭാഷ അവരെ വിളിച്ചു. നമ്മളൊന്നും അങ്ങനെ പറയുന്നില്ല. ചില കാര്യങ്ങൾ കട്ടിയായിട്ട് പല പ്രാവശ്യം കേട്ടിട്ടും അനുസരിക്കാത്ത കാര്യങ്ങൾ കട്ടിയായിട്ട് പറയേണ്ടി വരും. ഇനിയും പറയും, നാളെയും പറയും. അത് നമ്മുടെ ലാഭത്തിന് വേണ്ടിയല്ല, അവരാത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഈ മർമ്മം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഉപജീവന മാർഗം വയറായിട്ട് പുസ്തകം എടുക്കരുത്. വേലക്കാരൻ തൻ്റെ കൂലിക്കുകൻ. അന്നും ഇന്നും വിശ്വസിക്കുന്ന, മരിക്കുന്നവരെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമാണ്, വേലക്കാരൻ തൻ്റെ കൂലിക്കുകൻ. ഞാൻ വേല ചെയ്യുന്നെങ്കിൽ കൂലി എനിക്ക് കർത്താവ് തരും. ആരുടെ ഔദാര്യമല്ലത്. ചിലരൊക്കെ വിചാരിക്കുന്നത്, ചിലരൊക്കെ ചിലത് തരുന്നുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അയ്യോ, അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും അങ്ങോട്ട് ചോട്ടും കൊടുത്തുകൊണ്ടല്ല പാർട്ടന്മാർ ജീവിക്കുന്നത്. ദൈവം അവർക്ക് കൊടുക്കുന്ന, നിങ്ങൾ കൊടുത്തില്ല വേറെ ആൾ കൊടുക്കാൻ കാണും. യെസ്, കാരണം ദൈവത്തിന് അവരെ പുലർത്തേണ്ടത് ആവശ്യമുണ്ട്. രാജാവിൻ്റെ മുൻപാകെ ഏലിയാവ് കൽപ്പന കൊടുത്തു. എന്താ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും പറയും പെയ്യയില്ല. രാജാവ് അവനെ കൊല്ലാൻ നോക്കുക. എവിടെയെങ്കിലും വെച്ച് തട്ടിക്കളയും. മൊസാദ് അന്നില്ലായിരുന്നു, ഉണ്ടാക്കി മൊസാദിനെ വെച്ച് തട്ടിക്കളഞ്ഞാൻ ഇന്നത്തെ ഒരു നേതാവിനെ തട്ടിയതുപോലെ. പക്ഷേ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ദൈവം അവനോട് പറയുന്നു, ഞാൻ നിന്നെ പുലർത്താൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്വോത്രം, സ്വോത്രം, ഹല്ലേലൂയ. ഞാൻ നിന്നെ പുലർത്താൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു ദൈവദാസനെ പുലർത്താൻ കാക്കയെ ഉപയോഗിക്കും, വിധവമാരെ ഉപയോഗിക്കും, ചില പ്രിയപ്പെട്ടവർ ഉപയോഗിക്കാതെ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഉത്തരവാദിത്വം അവനുണ്ട്. ഹല്ലേലൂയ. സ്വോത്രം, സ്വോത്രം. ഷണ്ണനെ സ്നാനപ്പെടുത്താൻ ഫിലിപ്പോസ് മരുഭൂമി പോയല്ലോ. സ്നാനപ്പെടുത്തി സന്തോഷത്തോടെ സ്വോത്രാഴ്ച പോലും കൊടുക്കാതെ പുള്ളി മുങ്ങി. പുള്ളിക്ക് അറിയത്തില്ലായിരിക്കാം. എന്തുമായിട്ട് ഈ പാവം പിടിച്ചവൻ കണ്ണും പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ വായിക്കുന്ന വേദപുസ്തകം, ഞാൻ ചുമക്കുന്ന വേദപുസ്തകം പറയുന്നു, ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. മനോഹരമായ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ, ആധുനിക മനുഷ്യൻ ജീവിക്കുന്ന കാലത്തിൽ ഈ പുസ്തകം ഞാൻ പ്രസംഗിക്കുകയാണ്. അന്ന് ഫ്ലൈറ്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം ഒരു മനുഷ്യനിലൂടെ തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ, തെറ്റുകുറ്റങ്ങൾ വന്നാലും അവൻ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസ്ഥലിൽ യഥാസ്ഥാനപ്പെട്ടാൽ അവനെ എടുത്തുകൊണ്ടുപോകാൻ ആത്മാവ് വരും. ഒരു മനുഷ്യൻ്റെ സഹായം അവിടെ വേണ്ട. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രസംഗിക്കരുത് ദൈവമക്കളെ. അതാണ് എൻ്റെ പ്രത്യാശ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. കൊച്ചുഞ്ഞു ഉദ്ദേശിയുടെ ശ്രദ്ധേയമായ പാട്ട്, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നുള്ള പാട്ട് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നടത്തിയെടുത്തതാ ദൈവമക്കളെ. ഇന്ന് പുട്ടടിക്കാൻ വേണ്ടി 4 വരി അവിടെ കേട്ടത് ഇവിടെ കേട്ടതെല്ലാം കൂടി എഴുതി കൂട്ടി പാട്ടടിച്ച് സംഗീതം ചെയ്ത്, പാട്ടുകാരൻ പുട്ടടിക്കുന്നു, പാടുന്നവൻ പുട്ടടിക്കുന്നു, ഇൻസ്ട്രുമെൻസ് മേടിക്കുന്നു, വായിക്കുന്നവൻ പുട്ടടിക്കുന്നു, സർവത്ര പ്രിയപ്പെട്ടവർ അതിൻ്റെ പിന്നിൽ അണിയറെ പ്രവർത്തിക്കുന്നവരൊക്കെ പുട്ടടിക്കുന്നു. ഈ പാട്ട് കൊണ്ട് കാശിന് ഗുണമില്ല ആർക്കും. എന്നാൽ കൊച്ചുഞ്ഞു ഉപദേശി, അതുപോലെ വിലപ്പെട്ട ദൈവവൃത്യന്മാർ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോയവർ, അവരുടെ ജീവിതാനുഭവങ്ങളെ അടർത്തി എഴുതിയ പാട്ടുകൾ ഇന്നും അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അനേകരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വത്രം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്വത്രം. ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ഒരു കൂട്ടർ, ഉപജീവനം മാർഗമായി വേദപുസ്തകം കയ്യിലെടുത്തിരിക്കുന്നവർ, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഏത് ലജ്ജാകരമായ പ്രവൃത്തി ചെയ്യാനും അവർക്ക് മടിയില്ല. സ്വത്രാഴ്ച പാത്രത്തിലേക്ക് കാശ് വീഴാത്തത് കൊണ്ട് കാശ് വീഴിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ ചെയ്യുന്ന ചപ്പടി വിദ്യകൾ കണ്ടും കേട്ടും ചെകിടിച്ചവനാണ് ഞാൻ. ഹല്ലേലൂയ. സ്വത്രം. മനസ്സിലായോ? ഒരിക്കൽ ഒരു യോഗം, ഒരു കൺവെൻഷൻ 3 ദിവസം തീർന്നു. ലാസ്റ്റ് ദിവസം തീർന്നു കഴിഞ്ഞ് സ്വത്രാഴ്ച എടുക്കാൻ മറന്നുപോയി. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് നടത്തിപ്പുകാരനായ ദ്രവ്യാഗ്രഹിയായ പാസ്റ്ററിന്, അങ്ങനെ തന്നെ പറയാൻ ഓർമ്മ വന്ന് സ്വത്രാഴ്ച എടുത്തില്ല. ഉടനെ അനൗൺസ് ഉണ്ട്, ആരും പോകരുത്, പാട്ടുപാടി സ്വത്രാഴ്ച എടുത്തിട്ടേ പോകാവുള്ളൂ.
അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആർക്കും ബസ് കിട്ടത്തില്ല. അത് നിങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആർക്കും ശുഭം വരത്തില്ല. പേടിച്ചാശ് ഞാനൊക്കെയാണെങ്കിൽ ആദ്യം ചാടി അങ്ങ് ഇറങ്ങിപ്പോവും. ഇയാൾക്കിടെ ഇത് കേട്ടിട്ടല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ. ഈ ദ്രവ്യാഗ്രയുടെ സ്വത്രം പേടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത അനൗൺസ്മെന്റ്, പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിക്കോണം. അതിനുവേണ്ടി ഈ പറയുന്നത്. കാരണം ഇതൊന്നും ആരും പറയത്തില്ല അധികം. എന്നെ പറയാൻ കർത്താവ് നിയോഗിക്കുന്നുണ്ട് പറയുക. തോത്തരാശപാത്രം നിങ്ങളുടെ അടുക്ക വരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സ് തുറന്ന് ഏറ്റവും വലിയ നോട്ടെടുക്കുക. അപ്പോൾ അന്ന് ഈ പറഞ്ഞ കാലത്ത് 2000-ൻ്റെ നോട്ട് നിരോധിച്ചിട്ടില്ല. 2000-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഉണ്ട്, 200-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞപ്പോൾ പേടിച്ച് കിടുങ്ങി. വേദോസ്തം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, ഗുണം പിടിക്കാത്ത വിശ്വാസികൾ എന്ത് ചെയ്തു? 2000 തന്നെ എടുത്ത് പൊക്കിയ നോട്ട് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേഴ്സിലേക്ക് ഇടരുത്, ഞങ്ങളുടെ വാളണ്ടിയേഴ്സ് വരുന്നുണ്ടോ, അവരിലേക്ക് ഇടുക. ഇവിടെ എന്താ വായിച്ചത് നമ്മൾ? ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഈ ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ അവരതിൽ മാനം കണ്ടെത്തുന്നു. കാരണം എന്താ? അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ മൂർത്തിഭാവങ്ങളാണ്. ദ എനിമി ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിൻ്റെ ശത്രുവാണ്. വയറ് വീർപ്പിക്കാൻ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി പുസ്തകം എടുത്തവർ, പൈസ അടിച്ചു മാറ്റാൻ പുസ്തകം എടുത്തവർ, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നവർ. ആത്മീയമായത് ചിന്തിക്കാൻ കഴിയില്ലാത്തവരുടെ പൗലോസ് ഫിലിപ്പിയർ 4:8 പറയുന്നു, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായത് സൽഗുണമോ പുകഴ്ച ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്തിക്കാനായിട്ട് 8 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ സ്തോത്രം, ഇവിടെ ഈ ദ്രവ്യാഗ്രഹികൾ ചിന്തിക്കുന്നത് എന്താ? ഭൗമികമായത്. എനിക്കറിയാം, ഈ സ്തോത്രാഴ്ചയ്ക്ക് എടുത്തൊരു ഇംഗ്ലീഷ് സ്കൂളുണ്ടാക്കി, 2 ഇംഗ്ലീഷ് സ്കൂളുണ്ടാക്കിയ ഭാഷന്മാരുണ്ട്, 3-4 സ്കൂളുണ്ടാക്കിയ ഭാഷന്മാരുണ്ട്. അതിൻ്റെ ഭൗതികം വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുകൂടാതെ അവിടെ ഇവിടെയും വിദേശത്ത് പോയി ഫണ്ട് റേസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഈ ഭൗതികം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ദാഹം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ സൂത്രങ്ങൾ വിട്ട് യഥാർത്ഥമായി ദൈവത്തെ സേവിക്ക്. അവൻ ആർക്കും കടക്കാരനല്ല. ലോകം മുഴുവൻ കടം വാങ്ങി കൂട്ടിയിട്ടിട്ട് ഇന്ന് പാടുകയായിരുന്നു. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പറയും, പാടരുതെന്ന് പറയും. 10 പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ പാട്ട് പാടരുത്. കർത്താവ് ആർക്കും കടക്കാരനല്ല. നീ കടക്കാരനാണോ? പാടിക്കിടന്ന് ഉറഞ്ഞു തുള്ളുക. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല. നമ്മൾ പാടാതെ തന്നെ അറിയാം എല്ലാവർക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വൈകല്യ സ്വഭാവങ്ങളൊക്കെ വിട്ട് നേരെ ചൊവ്വേ ജീവിക്കുക. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കേയില്ല. നീതിമാന്റെ സന്തതി അപ്പവരൊക്കുന്നത് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് വ്യതിചലിക്കുക. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇരട്ട പൗരത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടുന്ന കാലത്ത് ഭക്തന്മാരായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ലോകമനുഷ്യൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? ഭക്തന്മാരായവരെ ഇരട്ട പൗരത്വത്തിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനുവേണ്ടി കടിപിടി കൂടണ്ട. നിങ്ങൾ സ്വർഗീയ പൗരന്മാരായി തീരാൻ നിങ്ങൾ ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, പൗലോസിൻ്റെയും ഫിലിപ്പിയിലെ വിശ്വാസികളുടെ കാര്യമാണ്. നമ്മുടെ കാര്യം ഇങ്ങനെ ആകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള ഈ അവസാന വാക്യങ്ങൾ വരെയും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം. പൗലോസ് ചെയ്തതുപോലെ പിൻപുള്ളത് മറക്കണം, മുൻപിലുണ്ടി ആയണം. പരമരുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടണം. 7 വിധ കാര്യങ്ങളെ ചപ്പന്ന് ചവറന്ന് എണ്ണി 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാലം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം നീതി സംബന്ധിച്ച് അനിന്യൻ. ഇത്രയും കാര്യങ്ങൾ ചപ്പന്നും ചവറൊന്നും എണ്ണിയ പൗലോസാ ഈ പറയുന്നത്,
നമ്മുടെ പൗരത്വം, ഫിലിപ്പിയിലെയും നിങ്ങളുടെയും എൻ്റെയും പൗരത്വം സ്വർഗത്തിലാകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പറയുന്ന എൻ്റെയും പൗരത്വം സ്വർഗത്തിലാകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലൂസ് പറഞ്ഞു വെച്ച ഉപദേശമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. വേദോസ്തം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത വിശ്വാസികളാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത, വീണ്ടും ജനനം പ്രാപിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ്ടും മാനസാന്തരപ്പെടാത്ത വിശ്വാസികളാണിന്ന് സഭകളിലേറെയും. അതാ ഈ പാട്ടും കൂത്തും നൃത്തമൊക്കെ നടക്കുന്നത്. വചനം ദുർലഭമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വചനം അവരുടെ ഇടയിലില്ല. എനിക്കറിയാം, എറണാകുളം പട്ടണത്തിൽ വചനം സത്യസന്ധമായി പഥ്യവചനം, പഥ്യോപദേശം പ്രസ്താവിക്കപ്പെടുന്ന സഭകൾ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുകയല്ല, സെർച്ച് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. പാട്ട് പാടി തുള്ളി കിടന്ന് ഉറഞ്ഞു തുള്ളുക. ഇന്ത്യ 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 ഇന്ത്യ, നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ. സ്റ്റേജ് ചവിട്ടി പൊളിക്കുക. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, പണത്തിൻ്റെ കുത്തൊഴുക്ക്, ഇതെല്ലാം നമ്മുടെ സഭയിലേക്ക് ദൈവം തരാൻ പോവുക. സഭയെ അനുഗ്രഹിക്കാൻ പോവുക. സഭയെ അനുഗ്രഹിക്കുന്നത് പണത്തിൻ്റെ കുത്തൊഴുക്ക് കൊണ്ടല്ല, സഭയ്ക്ക് ക്രിസ്തുവിനെ തലയായിട്ട് തന്നാണ് സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സഭയ്ക്ക് ശുശ്രൂഷ വൃദ്ധങ്ങളെ തന്നാണ് സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സഭയെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇതാണ് പുസ്തകം തരുന്ന പഠനം. നേരത്തെ പറഞ്ഞ ലോട്ടറി കച്ചവടം കൊടുത്ത് അനുഗ്രഹിക്കുക. ടിക്കറ്റ് അടിക്കും തോറും സഭ അനുഗ്രഹിക്കപ്പെടുക. അതിൻ്റെ ദശാംശം മേടിച്ച് തിന്നുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ, ഒരു ഉളുപ്പുമില്ലാതെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവസനിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ദൈവസനിൽ പിടിക്കപ്പെടും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ ഇതെല്ലാം പിടിക്കുക. നമ്മൾ ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം അവിടെ സ്ക്രീനിൽ, തിയേറ്ററിൽ സിനിമ കാണുന്ന പോലെ നിന്നെ കാണിച്ചിട്ടാണ് കഴുത്തിൽ കുത്തി നരകത്തിൽ തള്ളിക്കളയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ നോക്കി. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരുന്നു, കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം, നമ്മുടെ ബലഹീനമായ ശരീരം, നമ്മുടെ രോഗമുള്ള ശരീരം, നമ്മുടെ കഷ്ടത നിറഞ്ഞ ശരീരം, വെളിപ്പാട് പുസ്തകം 21:1-5 വരെ പഠിക്കുമ്പോൾ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത, മരണമില്ലാത്ത ശരീരമാക്കി എൻ്റെയും നിങ്ങളുടെ ശരീരത്തെ ദൈവം മാറ്റുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഏതാ മഹത്വമുള്ള ശരീരം? പ്രിയമുള്ളവരെ, നമ്മിൻ്റെതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:1-2-3. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടിയിരിക്കുന്ന രൂപാന്തര ശരീരം, അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കാനുള്ള ശരീരം, ഭക്ഷണം വേണ്ട, വായു വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട രൂപാന്തര ശരീരം. യേശു ക്രിസ്തുവിന് കിട്ടിയ അതേ രൂപാന്തര ശരീരത്തിൻ്റെ അതേ തനിമയുള്ളൊരു ശരീരം കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ നോക്കിയിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഇങ്ങോട്ട് തീരുമാനമെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. കഷ്ടതകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത രൂപാന്തര ശരീരം പ്രാപിച്ച് തേജോമനായ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. അതിൽ കുറഞ്ഞൊരു ചിന്ത പെന്തക്കോസ്ത് സമൂഹമേ നമുക്കുണ്ടാകരുത്. ഹല്ലേലൂയ. ബാംഗ്ലൂർ സഹോദരന്മാർ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അവർ പറയുന്നത് മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. യോഹന്നാൻ പറയുന്നു, അവർ ലൗകികന്മാരായാൽ ലൗകികമായത് സംസാരിക്കുന്നു. ആ വാക്യത്തിലൂടെ അവർ ലൗകികന്മാരാണെന്ന് എനിക്ക് മനസ്സിലായത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ വിശദീകരണത്തെക്കുറിച്ചോ സ്വർഗ്ഗരാജ്യത്ത് പോകുന്നതിനെക്കുറിച്ചോ ഈ IT ഫീൽഡിലുള്ള ഒരു സഹോദരന്മാരും പ്രസംഗിക്കുന്നില്ല. അവിടെ ലീഡ് ചെയ്യുന്നവർ എല്ലാവരും അനുഗ്രഹം 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 അനുഗ്രഹം, നന്മ 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 നന്മ, വിടുതൽ 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 വിടുതൽ. സഹോദരങ്ങളെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് പോകാതെ പണ്ടൊരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരനൊരു സഹോദരൻ സുവിശേഷം പ്രസംഗിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കും,
ദൈവം നിന്നെ വിടിവിക്കും, ദൈവം നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇത് കേട്ടിരുന്നിട്ട് എന്നെപ്പോലെ പ്രായമുള്ളൊരു ഒരു അപ്പച്ചനുണ്ടായിരുന്നു. എന്നെക്കാൾ പ്രായമുണ്ട്, 19 വയസ്സുള്ളത്. എനിക്കിപ്പോൾ 66 വയസ്സായിട്ടുള്ളൂ. പുള്ളി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചെവി ചെന്ന് പറഞ്ഞു, ദൈവവചനത്തിലൂടെ ദൈവസഭയുടെ പ്രത്യാശ ഉളവാക്കുന്ന വചനങ്ങളെടുത്ത് പ്രസംഗിച്ച് ദൈവമക്കളുടെ പ്രത്യാശ ഉണർത്താനുള്ള പ്രസംഗം വല്ലതും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ എന്ന് പറയണം, ചെവി ചെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ ശൈലിയൊക്കെ മാറ്റി. കാരണം എല്ലാം അറിയാം പുള്ളിക്ക്, ഏറെക്കുറെയൊക്കെ അറിയാം. അനുഭവം ഇല്ലെങ്കിലും പ്രസംഗിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പാസ്റ്റർമാർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാ. പ്രസംഗിക്കാൻ അറിയാം, ജീവിക്കാൻ അറിയത്തില്ല. നമ്മുടെ പ്രസംഗം നമ്മുടെ ജീവിതമായിരിക്കണം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, ഗാന്ധിജി പറഞ്ഞു. എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രസംഗം. തോൽവികൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. തിരുത്തി നമ്മുടെ ജീവിതം ഒരു പ്രസംഗമായി തീരട്ടെ സഹോദരങ്ങളെ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊക്കെ ഏറെ സമയമെടുത്ത് പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രസംഗമാണ്, പെട്ടെന്ന് പറഞ്ഞാൽ പോവുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഇരട്ട പൗരത്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നവരെ നിർത്തിയിട്ട് സ്വർഗീയ പൗരത്വം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. വിജായനോട് കർത്താവ് പറഞ്ഞല്ലേ, എന്താ കർത്താവ് എന്ന് പറഞ്ഞ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ദൈവവചനം കൊണ്ടാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്താണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ദൈവവചനമാകുന്ന മന്നയും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന എൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതായത് എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ നിത്യഘനം. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ നിത്യഘനം കർത്താവിൻ്റെ വരവിൽ ഒരു ദൈവപൈതലിന് ലഭിക്കുന്നു. ആർക്ക്? വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നു. എന്ത് ലഭിക്കുന്നു? രൂപാന്തര ശരീരം. എങ്ങനെയുള്ള ശരീരം? കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത തേജസ്സിൻ്റെ ശരീരം. ഇന്നത്തെ ശരീരത്തിന് ഈ പറഞ്ഞ 5 കാര്യങ്ങളും കൊടികുത്തി വാഴുക നമ്മളിൽ, ചെറിയ തോതിലോ വലിയ തോതിലോ. ഇതെല്ലാം മാറി തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൽ പൗലോസ് ഒരു പദപ്രയോഗം ശക്തിയോടെ പറഞ്ഞു പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്യം വന്നു. അതിങ്ങനെയാണ് ആ വാക്യം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചു. തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. പെന്തക്കോസ്ത് സമൂഹമേ, യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകയാണ് നമ്മുടെ ലക്ഷ്യം. അത് വിട്ടൊരു കളിയും നമ്മൾ കളിക്കരുത്. അതിനു വേണ്ടിയാകണം നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ എപ്പോഴും ഓർക്കും, രാവിലെ എഴുന്നേൽപ്പിക്കും എന്തൊക്കെ ക്ഷീണങ്ങളാണ് നമുക്ക്. ഒരു കാലം അനങ്ങുന്നില്ല, മറ്റേ കാലം അനങ്ങുന്നില്ല, ഇവിടെ വേദന അവിടെ വേദന, പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അങ്ങനെ പോവുക. കാരണം എന്താ? രൂപാന്തര ശരീരം കിട്ടും. അതിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകും. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുമെന്നുള്ളതാണ് ഒരു പെന്തക്കോസ്തുകാരൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. അതില്ലാത്തവൻ ഈ മാർഗം വിട്ടുപൊക്കോണം, പഴയ പരിപാടിക്ക് പൊക്കോണം. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോസ്തലന്മാരുടെ ലക്ഷ്യം അതായിരുന്നു. പൗലോസിൻ്റെ, പത്രോസിൻ്റെ, യോഹന്നാൻ്റെ, യാക്കോബിൻ്റെ ലക്ഷ്യം അതാണ്. ഈ ഭൂമിയിൽ അവരെന്തായിരുന്നു? ദരിദ്രർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. ഞാൻ എപ്പോഴും വായിച്ച് കേൾപ്പിക്കാറുണ്ടല്ലോ അല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും ഒത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും ലോകത്തിൻ്റെ സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ആയിരിക്കുന്നത്. ഇന്നത്തെ ശിഷ്യന്മാരോ? ഈ വാക്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ശിഷ്യനെ ലോകത്ത് കണ്ടെത്താൻ പറ്റുമോ? പറ്റും. ന്യൂനപക്ഷം.
ബഹുഭൂരിപക്ഷം ശിഷ്യന്മാരും ഭൗതികത്തിൻ്റെ പുറകെ നടക്കുക. എൻ്റെ പ്രസംഗ ഭാഷയെ പറഞ്ഞ അവരെല്ലാവരും ആരാ? ഏലിയാവിൻ്റെ കൂടെ നടന്ന ഗേഹസിലെ ശിഷ്യന്മാരാ. ഇത് ഗേഹസിലെ ശിഷ്യന്മാരെ കൊണ്ട് ആത്മീയകുളം നിറഞ്ഞു കിടക്കുക. അന്യാഗ്നി കത്തിക്കുന്ന ശിഷ്യന്മാർ. സ്തോത്രം. ഞാൻ മുമ്പത് വളരെ ഭംഗിയായിട്ട് ശക്തിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. ലേവ്യ പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മറവിയുണ്ട് ചില സമയത്ത്. അതെ, ലേവ്യർ 10 അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ലേവ്യ 16-ന്റെ 1-2 വാക്യങ്ങൾ കൂടി ഒരു മുന്നറിയിപ്പാണ് ഇത്. ആർക്കോ വേണ്ടിയൊക്കെ മുന്നറിയിപ്പാണ്. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചു പോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, കൃപാസനത്തിനു മീതെ മേഘത്തിൽ താൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൻ്റെ മുൻപിൽ എല്ലാ സമയത്തും വരരുതെന്ന് അവനോട് പറയണം. വല്ലപ്പോഴും വന്നുകൂണം. എല്ലാ സമയത്തും വന്നാൽ എന്തു ചെയ്യും? മക്കൾക്ക് കിട്ടിയത് തന്നെ ഡാഡിക്കും കിട്ടും. ഇന്നത്തെ കുറേ അപ്പന്മാരും ഡാഡിമാരും കിടന്ന് കളിക്കുന്നുണ്ട് ആത്മീയ കുളത്തിൽ. എനിക്കവരോടൊന്നും പറയാനില്ല, ഈ വചനം മാത്രമേ പറയാറുള്ളൂ. ഞാൻ നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അന്യാഗ്നി കത്തിക്കരുത്, അന്യാഗ്നി കത്തിക്കരുത്. ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള യാതൊരു ശുശ്രൂഷകളും ചെയ്യരുത്. ഊതിയിടരുത്, ഉന്തിയിടരുത്, കുരപ്പിക്കരുത്, ചിരിപ്പിക്കരുത്, ഛർദ്ദിപ്പിക്കരുത്, ഭൗതികം പ്രസംഗിക്കരുത്. അപ്പോസ്തലന്മാർ എന്ത് പ്രസംഗിച്ചോ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടവൻ. അവർ പറഞ്ഞത് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതേ പാറ്റേൺ പ്രസംഗിക്കുക, അതേ ഉപദേശം പ്രസംഗിക്കുക. ഒരു വള്ളി പോലും ഒരു പുള്ളി പോലും മാറ്റരുത്. മാറ്റിയാൽ എന്ത് പറ്റും? ഉപദേശി. അതിനും വചനം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുകയാണ്. സ്തോത്രം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവത്തിന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വിലപ്പെട്ട ജനമേ, കർത്താവ് വരാൻ നേരമായി. ഇസ്രയേലിനെതിരെ ഇത് വലിയ സഖ്യം നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രയേൽ പർവ്വതനിരകളിൽ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ വലിയ യുദ്ധം നടക്കുന്നതിന് മുൻപ് ദൈവസഭയുടെ മാറ്റപ്പെടും. ഇന്നത് നടന്നില്ലെങ്കിലും അതിവിദൂര ഭാവിയിൽ അത് നടക്കാം. ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഉണർന്നിരിക്കുന്നുണ്ടോ? ഒരുങ്ങിയിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നതെന്നറിയാൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനങ്ങൾ എനിക്ക് നിങ്ങൾക്കും ഉപകാരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.